ഹായ് ഗൈസ്, വെൽക്കം ടു ലിക്വിഡ് ലൈനക്കറും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മളൊരു CO2 സിലിണ്ടർ കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശരിക്കും നമ്മുടെ പ്ലാന്റ് ടാങ്കിലേക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു സാധനമാണ് നമ്മുടെ CO2 കിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാന്റ്സിന് കാര്യങ്ങൾക്കൊക്കെ ഹൈ ലെവലിൽ കൺസ്യൂം ചെയ്യുന്ന CO2 കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അവർക്കൊക്കെ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഇങ്ങനെ CO2 ഇഞ്ചക്ഷൻ മെത്തേഡ് വെച്ച് നമ്മൾ കൊടുത്ത് തന്നെ ആണ് അപ്ലൈ അതിൻ്റെ പൂർണ്ണ കളറാവസ്ഥയിൽ വരുള്ളൂ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഏകദേശം ഒരു 2 ലിറ്ററിൻ്റെ ഒരു സിലിണ്ടറാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് 3 ലിറ്ററുണ്ട്, 4 ലിറ്ററുണ്ട്, 6 ലിറ്ററുണ്ട്, ഒരുപാട് ലിറ്റർ സിലിണ്ടേഴ്സ് ഉണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് 2 ലിറ്ററാണ്. അടുത്ത് നമ്മളൊരു മുഫാൻ്റെ ഡുവൽ ഗേജ് റെഗുലേറ്റർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ബബിൾ കൗണ്ടറാണ് കേട്ടോ. പിന്നെ നമ്മൾ നോൺ റിട്ടേൺ വാൾവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നിനും യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മൾ പൈപ്പിന് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചുറ്റി കൊടുക്കാനുള്ള ടഫ്ലോൺ ടേപ്പ് നമുക്കൊന്ന് വേണം കേട്ടോ. അതിനുശേഷം നമ്മുടെ CO2 സിലിണ്ടറിൻ്റെ മൗത്തിലേക്ക് ഈ ഒരു ടഫ്ലോൺ ടേപ്പ് നമ്മൾ ചുറ്റി കൊടുക്കണം. ഏകദേശം ഒരു 5 റോള് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ. ഒരുപാടൊന്നും ചുറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ലീക്ക് വരരുത് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ടഫ്ലോൺ ചുറ്റുന്നത് കേട്ടോ. മാക്സിമം നമുക്ക് 98% ലീക്ക് വരില്ല. നമുക്ക് ആ 2% കൂടെ സേഫ്റ്റി ആക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. കാരണം നമുക്ക് CO2 ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അറിയാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീക്കിലിയോ മാസത്തിലോ ഒരിക്കൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടഫ്ലോൺ ചുറ്റി കൊടുക്കുന്നത് തന്നെ. അതിനുശേഷം നമ്മൾ ഈ ഒരു ടഫ്ലോൺ ചുറ്റിയ ശേഷം നമ്മുടെ മുഫാൻ്റെ റെഗുലേറ്റർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കണക്ടർ വെച്ച് മൗത്ത് കണക്ടർ വെച്ച് നമ്മളിത് ഒന്ന് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സ്പാനർ കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് ഈ ഒരു മുഫാൻ്റെ റെഗുലേറ്ററിൻ്റെ ഇത് പൊട്ടിക്കാതിരിക്കുക. മാക്സിമം നമ്മൾ കൈ കൊണ്ട് തന്നെ മാക്സിമം ടൈറ്റ് വെച്ച് കഴിഞ്ഞാൽ മതി. ലീക്ക് കാര്യങ്ങളൊന്നും ഏകദേശം 98% ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കയ്യിൽ തന്നെ മാക്സിമം ടൈറ്റ് ചെയ്യാം. കാരണം സ്പാനർ ഉപയോഗിച്ച് ഒരുപാട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് ഫുള്ളായിട്ട് മാറ്റണം എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് കൈ കൊണ്ട് തന്നെ മാക്സിമം ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക, ഏകദേശം എല്ലാ പ്ലാന്റ്സും CO2 ആണ് കൺസ്യൂം ചെയ്യുക. അപ്പോൾ മാക്സിമം നമുക്ക് CO2ൻ്റെ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വാട്ടറിൽ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കളറേഷനും നല്ല രീതിക്കും വളരുകയും ചെയ്യുള്ളൂ. അതിനാണ് നമ്മൾ CO2 കിറ്റ് ഉപയോഗിക്കുന്നത് തന്നെ മോസ്റ്റ്ലി നമ്മുടെ അക്വേറിയങ്ങളിൽ കേട്ടോ. നമ്മൾ ഏകദേശം ഇങ്ങനെ സ്ട്രൈറ്റായി വെച്ച് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ബബിൾ കൗണ്ടറാണ് കേട്ടോ. ബബിൾ കൗണ്ടർ എന്തിനാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാങ്കിലേക്ക് കൊടുക്കുന്ന CO2ൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അളവ് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ബബിൾ കൗണ്ടാണ് നമ്മൾ അളവ് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര രീതിക്ക് CO2 നമ്മുടെ സിലിണ്ടറിൽ നിന്ന് നമ്മുടെ ടാങ്കിലേക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബബിൾ കൗണ്ടർ വെക്കുന്നത് കേട്ടോ. അവിടെ ആ ഭാഗത്ത് നമുക്ക് ടഫ്ലോൺ ചുറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ഒരു 2 റൗണ്ട് ചുറ്റിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മാക്സിമം നമ്മൾ ബബിൾ കൗണ്ടർ കൈകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്താൽ മതി. അത് പൊട്ടിക്കരുത്. നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ എങ്ങനെയാണ് ബബിൾ കാൽക്കുലേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബബിൾ കൗണ്ടറിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യും കേട്ടോ. ഏകദേശം ഒരു 80% വാട്ടർ ഫില്ല് ചെയ്യും. നമ്മൾ ഏകദേശം ഒരു 80% വാട്ടർ ഫില്ല് ചെയ്യും ഈ ഒരു ബബിൾ കൗണ്ടറിൽ കേട്ടോ. അതിനുശേഷം നമ്മൾ CO2ൻ്റെ കുറച്ച് ഹാർഡായുള്ളൊരു ട്യൂബാണ്. നമ്മൾ നോർമൽ എയർ പമ്പിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ട്യൂബല്ല, കുറച്ചുകൂടെ ഒരു ഹാർഡി ആയിട്ടുള്ള ഒരു ട്യൂബാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബബിൾ കൗണ്ടറിൻ്റെ മുകളിലത്തെ പാർട്ടിൽ നമ്മൾ ആ ഒരു വാഷർ അയച്ച ശേഷം നമ്മൾ അവിടേക്ക് കണക്ട് ചെയ്യും. നമ്മൾ മറ്റേ റബ്ബർ വാഷർ ഇടണം കേട്ടോ ആ ഭാഗത്തേക്ക്. കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം, ഈ ബബിൾ വാഷറാണ് നമ്മൾ ആ ബബിൾ കൗണ്ടറിൽ നിന്ന് ഇട്ടത്. നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മൾ ആൾറെഡി ഇടേണ്ടതായിരുന്നു, ഈ പൈപ്പിൽ കൂടെ ഇട്ട് വെക്കേണ്ടതായിരുന്നു. നമ്മൾ കണക്ട് ചെയ്യാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വേറൊരു ഭാഗത്ത് നിന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഏകദേശം ഒരു 80% നമ്മൾ കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ
കട്ടിംഗ് പ്ലെയർ കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോകുന്നുള്ളതിൽ ഒരു ഇതും ഉണ്ടാവില്ല. ഏകദേശം ഒരു 1 മീറ്റർ ട്യൂബ് വെച്ച ശേഷം നമ്മുടെ ടാങ്കിലേക്കുള്ള അളവിൻ്റെ പകുതി വെച്ച ശേഷം നമ്മൾ അവിടെയാണ് നോൺ റിട്ടേൺ വാൾവ് കണക്ട് ചെയ്യുന്നത്. ഈ നോൺ റിട്ടേൺ വാൾവിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CO2 പോകുമ്പോൾ ഈ വാൾവ് മുകളിലേക്ക് പോകുന്നതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഈ CO2ൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഇത് നേരെ ടാങ്കിലേക്ക് പോകും. ബട്ട് CO2 ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാങ്കിലുള്ള വെള്ളം ഈ ഒരു സിലിണ്ടറിലേക്ക് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു നോൺ റിട്ടേൺ വാൾവ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ബബിൾ കൗണ്ടറിൻ്റെ ടോപ്പ് നമ്മളൊന്ന് ക്ലോസ് ചെയ്യുകയാണ് ഈ ട്യൂബ് അവിടെ വെച്ചിട്ട്. നോൺ റിട്ടേൺ വാൾവിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും. ബബിൾ കൗണ്ടറിനെ ഞാൻ കാണിച്ചു തരാം, വീഡിയോൻ്റെ ലാസ്റ്റിലുണ്ട് നമ്മളെ ഒരു ക്ലിപ്പ്. ഏകദേശം ഒരു നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യുക. ഉണ്ടോ, നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഉണ്ടാവുക കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് ഇങ്ങനത്തെ സിലിണ്ടർ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഫയർ എക്സ്റ്റിങ്വിഷറിൻ്റെ സിലിണ്ടറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കില്ല, അതിൽ ലീക്കിങ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഉണ്ടാവും. അതിന് ശേഷം നമ്മൾ ഡിഫ്യൂസർ വെച്ച് കണക്ട് ചെയ്ത് വേറൊരു ട്യൂബ് നമ്മുടെ ടാങ്കിലേക്ക് നമ്മുടെ ഇതിലേക്ക് വരുന്നത് നോൺ റിട്ടേൺ വാൾവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് മോൾ ഭാഗത്തിലേക്ക്. എന്നിട്ട് നേരെ CO2ൻ്റെ ബബിൾ കൗണ്ടറിലാണ് വരിക കേട്ടോ. പിന്നെ നമ്മുടെ വാൾവ് നമ്മൾ തുറക്കുക എന്നുള്ളതാണ്. നമ്മുടെ സിലിണ്ടറിൻ്റെ വാൾവ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബബിൾ കൗണ്ടറിൻ്റെ ഈ ഒരു വാൾവ് നമ്മളെപ്പോഴും ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഒരുപാട് CO2 വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. ഇതിന് ശേഷമാണ് നമ്മൾ ബബിൾ കൗണ്ടറിൽ നമ്മൾ എത്ര ലെവലാണ് CO2 കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണ് അതിൽ 80% വാട്ടർ ഫില്ല് ചെയ്ത് ഉണ്ടാവും. ഈ ഒരു ലെവലിലാണ് നമ്മൾ ബബിൾ കൗണ്ട് കൊടുക്കുക. നമ്മുടെ ടാങ്കിലെ പ്ലാന്റ്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബബിൾ കൗണ്ട് കൊടുക്കുക. ഉണ്ടാവും കൊടുത്തൊരു ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ CO2 ഇതിലേക്ക് ടാങ്കിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങും. ബട്ട് CO2ൻ്റെ ടാങ്കിൽ ലെവലിൽ അളക്കാൻ വേണ്ടി നമുക്ക് വേറൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും CO2 സിലിണ്ടർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ.